എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ ഡേ 2 ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം 6 കഥ പൂർത്തിയാക്കാം. ഒരു ദിവസം അപ്പുവും മീനുവും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവർക്ക് കുറ്റിക്കാടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതാ അവിടെ ഒരു ചെറിയ കുഞ്ഞു മുയൽ. അതിൻ്റെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റിയിരിക്കുന്നു. അപ്പവും മീനുവും പതിയെ മുയലിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി എന്തു സംഭവിച്ചു? കഥയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കുക. കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ടും നൽകുക. മക്കളെ, ഇവിടെ കഥയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട് അല്ലേ? ബാക്കി നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾ പൂർത്തിയാക്കണം. പിന്നെ അനുയോജ്യമായ ഒരു തലക്കെട്ടും കഥയ്ക്ക് നൽകണം. അപ്പോൾ നമുക്ക് പൂർത്തിയാക്കാം. കഥയുടെ ബാക്കി. അപ്പു പെട്ടെന്ന് തൻ്റെ കയ്യിലിരുന്ന തൂവാല എടുത്ത് മുയൽക്കുട്ടൻ്റെ കാലിലെ മുറിവിൽ മെല്ലെ കെട്ടിക്കൊടുത്തു. മീനു തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങൾ മുയലിന് നൽകി. മുയൽക്കുട്ടൻ സന്തോഷത്തോടെ അത് കഴിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ മുയൽക്കുട്ടൻ്റെ കാലിന് വേദന കുറഞ്ഞു. അവൻ ചാടിച്ചാടി മുന്നോട്ട് പോയി. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി അപ്പുവിനെയും മീനുവിനെയും വിളിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി. അവർ അതിനെ പിന്തുടർന്നു പോയപ്പോൾ അതാ കുറച്ചു ദൂരെ ഒരു മരപ്പൊത്തിൽ മറ്റു മുയലുകൾ ഇരിക്കുന്നു. മുയൽക്കുട്ടൻ തൻ്റെ കുടുംബത്തെ കണ്ട സന്തോഷത്തിൽ അങ്ങോട്ട് ഓടിക്കയറി. അപ്പുവും മീനുവും കൈവീശി യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. മക്കളെ, ഇനി കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകണം. അപ്പോൾ ടീച്ചർ ഇവിടെ നൽകിയ തലക്കെട്ട് അപ്പുവും മീനുവും ചെയ്ത നന്മ എന്ന തലക്കെട്ടാണ് നൽകുന്നത്. പ്രവർത്തനം 7 ശുചിത്വ ശീലങ്ങൾ. താഴെ പറയുന്ന ശീലങ്ങളിൽ നല്ല ശീലങ്ങൾക്ക് നേരെ ടിക്ക് മാർക്കും അല്ലാത്തവയ്ക്ക് നേരെ ഇൻറ്റു മാർക്കും നൽകുക. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകുക. ഇത് നല്ല ശീലമാണോ മക്കളെ? അതെ. അപ്പോൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് നൽകണം. രണ്ടാമത്തേത് നോക്കൂ. ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കുക. ഇത് നല്ല ശീലമാണോ മക്കളെ? അതെ. അപ്പോൾ എന്ത് നൽകണം? ടിക്ക് മാർക്ക് നൽകണം. അടുത്തത് നോക്കൂ. കൈ വിരലുകൾ കൊണ്ട് ചെവിയിൽ കുത്തുക. ഇത് നല്ല ശീലമാണോ? അല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു മാർക്ക് നൽകണം. അടുത്തത് ദിവസവും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഇത് നല്ല ശീലമാണോ? അതെ. അപ്പോൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് നൽകണം. അടുത്തത് നോക്കൂ. അഴുക്കുള്ള സ്ഥലങ്ങളിൽ കളിച്ച ശേഷം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക. ഇത് നല്ല ശീലമാണോ മക്കളെ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു മാർക്ക് നൽകണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിക്കുക. ഇത് നല്ല ശീലമാണോ മക്കളെ? അതെ. അപ്പോൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് നൽകണം. പ്രവർത്തനം 8 കത്തെഴുതാം. സ്കൂളിലെ അടുക്കളയും പരിസരവും വൃത്തിയില്ലാതെ കിടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തെഴുതൂ. മക്കളെ, ആദ്യം എഴുതേണ്ടത് തീയതിയാണ്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ദിവസത്തെ തീയതി എഴുതുക. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അറിയുന്നതിന് ഒരു കോമ കൊടുക്കുക. ഞങ്ങളുടെ സ്കൂളിലെ അടുക്കളയും പരിസരവും ഇപ്പോൾ ഒട്ടും വൃത്തിയില്ലാതെയാണ് കിടക്കുന്നത്. അവിടെ ഈച്ചകൾ വന്നിരിക്കുകയും ദുർഗന്ധം വരികയും ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ കാരണമാകും. അതുകൊണ്ട് അടുക്കളയും പരിസരവും വേഗത്തിൽ വൃത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത വലതുവശത്തായിട്ട് വിശ്വസ്തയോടെ ഒരു കോമ കൊടുക്കുക. താഴെ പിന്നെ കുട്ടിയുടെ പേരെഴുതുക. പ്രവർത്തനം 9 കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. ചോദ്യം 1. മിന്നി മിന്നി തിളങ്ങും, പകൽ വന്നാൽ ഒളിക്കും, ഞാനാരെ? ഉത്തരം ഏതാ മക്കളെ? നക്ഷത്രം. രണ്ടാമത്തെ ചോദ്യം. പകൽ സമയം കാണില്ല, രാത്രിയിൽ വെളിച്ചം തരും, ആകൃതി മാറിക്കൊണ്ടിരിക്കും, ഞാൻ ആരാണ്? ആരാണ് മക്കളെ? ഉത്തരം ചന്ദ്രൻ. ചോദ്യം 3. വെളുക്കുമ്പോൾ പഞ്ഞിക്കെട്ട് പോലെ, കറുക്കുമ്പോൾ മഴയുടെ വീട് പോലെ, എന്താണത്? ഉത്തരമേതാ? മേഘം. ചോദ്യം 4. ചിറകുണ്ട് പക്ഷിയല്ല, വെളിച്ചമുണ്ട് വിളക്കല്ല, എൻ്റെ പേര് പറയാമോ? എന്താണ് മക്കളെ? ആൻസർ മിന്നാമിന്നി. ചോദ്യം 5. ആകാശം ഉത്തരമായി വരുന്ന കടങ്കഥ ചോദ്യം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരും അടിക്കാത്ത മുറ്റം, ഏതാ മക്കളെ? ആകാശമാണ് അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം. പ്രവർത്തനം 10 പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാം.
മഴവില്ല് ഉണ്ടാക്കുന്ന പരീക്ഷണക്കുറിപ്പ് എഴുതാം. മക്കളെ, സ്കൂളിൽ നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പരീക്ഷണത്തിൻ്റെ പേരെന്താ? മഴവില്ല് ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണ്? ഒരു വലിയ പാത്രം, വെള്ളം, ഒരു ചെറിയ കണ്ണാടി. പരീക്ഷണം ചെയ്യുന്ന വിധം: സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്ത് വെള്ളം നിറച്ച പാത്രം വയ്ക്കുക. ആ പാത്രത്തിലേക്ക് ഒരു കണ്ണാടി ചരിച്ച് വയ്ക്കുക. കണ്ണാടിയിൽ തട്ടി വരുന്ന വെളിച്ചം എതിരെയുള്ള ചുവരിൽ പതിപ്പിക്കുക. ഇപ്പോൾ ആ ചുവരിൽ മഴവില്ലിൻ്റെ 7 നിറങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണാം. എൻ്റെ കണ്ടെത്തൽ: സൂര്യപ്രകാശം വെള്ളത്തിലൂടെ കടന്ന് കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അത് 7 വർണ്ണങ്ങളായി വേർതിരിയുന്നു. അങ്ങനെ മഴവില്ല് രൂപപ്പെടുന്നു. ഇതോടുകൂടി ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. 2ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ വിഷയവും നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ്. കാണാൻ ആഗ്രഹമുള്ളവർ കാണുക. വീണ്ടും കാണാം. നന്ദി.